ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ. ഞങ്ങൾ കുറേ ദിവസമായി വിചാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ വീട് ഉണ്ടല്ലോ, കുറേ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാണിക്കാം. അതൊക്കെ പറഞ്ഞുതരാം. അതെ, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഒക്കെ ആളുടെ ബുദ്ധിയാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഹോം ടൂർ. പിന്നെ ഒക്കെ കാറ് വരുന്ന ഭാഗമായിട്ട് മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയതാണ്. ഗേറ്റ് നമ്മുടെ ചെറുതായിരുന്നു, അപ്പൊ അത് വലുതാക്കാൻ വേണ്ടി തുടങ്ങി വെച്ചതാണ്. ഇപ്പൊ വളരെ നല്ല മാറ്റത്തിലാണ് നിൽക്കുന്നത്. നമുക്കെല്ലാം കാണാം. ഓക്കെ, കമോൺ. എല്ലാവർക്കും നമ്മുടെ കണീത്ത ഹൗസിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ കൃഷ് ഹൗസും കൂടിയാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു കൃഷ് എന്നുള്ളത് വെക്കണം എന്ന് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം. അപ്പം നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റിൽ തന്നെ ആദ്യം ഒരു കാർ പോർച്ച വരുന്നത്. അധികം മുറ്റമൊന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ ഉള്ളത്ര മുറ്റം കൂടി മുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. നമുക്ക് ആദ്യം വീട്ടിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. എല്ലാവരും വായോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഉള്ളിക്കറ നമുക്ക് കോണിംഗ് ബെൽ അടിച്ചിട്ട് തന്നാലോ? അപ്പം നമ്മൾ ഫസ്റ്റ് കയറി വന്ന പാടെ തന്നെ ലെഫ്റ്റിൽ ഈ സിറ്റിയാണ്, റൈറ്റിലൊരു ദിവാങ്കോട്ടാണ്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഡൈനിങ് റൂം ഒന്നുമില്ല. ഒരു ആ ഹാളിൽ തന്നെയാണ് നമ്മൾ അവിടെ ഡൈനിങ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ വീട് ശരിക്കും ഒരു ഓട് വീടാണ്. ഇത് സീലിംഗ് ഇട്ടിരിക്കുകയാണ്. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല, ഈ സീലിംഗ് ഇട്ടിട്ട് കുറച്ച് വർഷമായി ഇങ്ങനെ. അപ്പം ഇത് നമ്മളിപ്പോൾ ഈ അടുത്ത് വെച്ച ഫ്രെയിമാണ്. കാരണം എല്ലാവർക്കും അറിയാലോ, ഇപ്പം ഈ അടുത്താണ് കാർ എടുത്തത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ കയറി ചെന്നപാടെ ഞങ്ങൾ രണ്ടാളുടെയും ഫോട്ടോ ആണ്. കാരണം വേറൊന്നുമല്ല, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൂമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഹോൾ എടുത്തതാണ്. അമ്മയുടെ അച്ഛൻ്റെ റൂമിൽ അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോ ഉണ്ട്, സച്ചുവിൻ്റെ റൂമിൽ സച്ചുവിൻ്റെയും എല്ലാവരുടെയും ഫോട്ടോ ഉള്ളപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഈ ഹോളായിട്ട് എടുത്ത് മാറ്റി. അപ്പോൾ ഇതാണ് നമ്മളെ ടി വി. നമുക്ക് ടി വി കാണണമെങ്കിൽ എല്ലാവരും ഒന്നില്ലെങ്കിൽ ഈ സിറ്റിയിൽ, അല്ലെങ്കിൽ ഒരാൾ ചിലപ്പോൾ ഈ ദിവാങ്കോട്ടിൽ, അങ്ങനെ കേട്ടാണ് നമ്മൾ ടി വി കാണാറ്. ഇതാണ് അമ്മമ്മയും അച്ചച്ചനും, അമ്മമ്മയുടെയും അച്ചച്ചൻ്റെയും പണ്ടത്തെ ഫോട്ടോ ആണ്. പിന്നെ ഈ ഷോക്കേസിലുള്ള പകുതി മുക്കാ സാധനവും ബൊമ്മക്കുട്ടികളായിരിക്കും. കാരണം ഞങ്ങൾ രണ്ടാളും ബൊമ്മക്കുട്ടിയുടെ ഭയങ്കര ക്രേസുള്ള ആൾക്കാരാണ്. പിന്നെ ബാക്കിയെല്ലാ വീട്ടിലത്തെ പോലെ ഷോക്കേസ് നിറച്ച് പ്രൈസൊന്നും ഇല്ലാട്ടോ ഞങ്ങൾക്ക് ആകെ കണ്ണിന് പേരിടാണ്ടിരിക്കാൻ രണ്ടാളുടെ ഓരോ ഫോട്ടോ വെച്ചതുണ്ട്. അതെന്താ സംഭവം? 10ാം ക്ലാസ് പാസ് അതിൻ്റെ +2 പാസ് അതിൻ്റെ തോന്നുന്നു. ഇതിൻ്റെ ബാക്കിലുണ്ടല്ലോ കൈരളി നഗർ എന്ന് പറഞ്ഞിട്ട്, അത് സംഭവം നമുക്ക് ഡാൻസ് കളിച്ച് കിട്ടിയതാണ്. വേറൊരു കാര്യമുണ്ട്, ആ നീല ടെഡി ബിയറിനെ കണ്ടോ? ആ ടെഡി ബിയർ കുട്ടനെ ഞാൻ ഉണ്ടാക്കിയതാണ്. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. 1 വർഷത്തെ അധ്വാനമാണ് ഈ സാധനം. അന്ന് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് കൊണ്ടൊരു പീരീഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പീരീഡിൽ ഒരു കൊല്ലം മൊത്തം ഇരുന്നുണ്ടാക്കിയതാണ് ഈ ഒരു ടെഡി ബിയർ. ഇത്തിരി ദേഷ്യക്കാരനെ തോന്നുന്നു. ഇതാണ് നമ്മുടെ അമ്മച്ചൻ. അമ്മച്ചൻ മരിച്ചിട്ട് എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. ഈ നേരം വന്നു കഴിഞ്ഞാൽ 2 റൂം കാണാം. അതിന് നമുക്ക് ഫസ്റ്റ് അമ്മയുടെ അച്ഛൻ റൂമിലേക്ക് പോകാം. ഇതാണ് അമ്മയുടെ അച്ഛൻ്റെ റൂം. ഇതിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഡിസൈൻ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റൂം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി ഫ്രെയിമൊക്കെ ഉണ്ടാക്കി തന്നു. ഇതൊരു ഗോവയിലും ദുബായിലൊക്കെ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്. സച്ചുവിൻ്റെ ബുക്ക് ഷെൽഫാണിത്. അടിയിൽ ജസ്റ്റ് ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നത് നമുക്കൊരു ഷെൽഫാണ്, ഇങ്ങനെ ഓപ്പൺ ഷെൽഫാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റൂം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇതാണ് ഞാനും അമ്മമ്മയും കിടക്കുന്ന റൂം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കാണിച്ചത്. കുറച്ച് ഫോട്ടോ ഹാങ്ങിങ് സെറ്റ് ചെയ്ത് തന്നാണ് ചേച്ചി. പക്ഷെ അതിൻ്റെ അടിയത്തെ ലൈറ്റിൽ ചെറിയ ഷോർട്ട് ഉണ്ട്, അതും കൂടി ഇടേക്കും. പിന്നെ ഇതാ കുറച്ച് ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് മെമ്മറീസ് ആണ്. ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തൂക്കി വയ്ക്കുമ്പോൾ അതൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണത്.
പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് സോഫ്റ്റ് ടോയ്സിനോട് ഭയങ്കര അഡിക്ഷനാണ്. അങ്ങനെ ഒരു സോഫ്റ്റ് ടോയ് ആണിത്. പിന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഒരു അൽമിറ. ഇത്രയേ ഉള്ളൂ ഈ റൂമിൽ. അവിടുത്തെ കട്ടൊരു സെയിം ലെങ്ത് ആണ് എല്ലാ റൂമും. ഇത്ര തന്നെ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഈ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് മുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു 6 കൊല്ലം മുന്നെയാണ് അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് അടുക്കളയ്ക്ക് പോണ വഴി ഇത് അവിടെ ഉള്ളത് ഫ്രിഡ്ജാണ്. ഞങ്ങൾ ഗോവയിലേക്കും പോയിരുന്നു, പക്ഷെ ഗോവയിലത്തെ സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇത് ഇനി ആമസോണിൽ എങ്ങാനും ഓർഡർ ചെയ്തിട്ട് വെച്ചാലോന്നുണ്ട്. ഇതിൽ കുറേ സ്ഥലങ്ങളിലത്ത് വെക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പം ആകെ 2 സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ ദുബായ്, നമ്മൾ പോയിട്ട് ഇതാ ഒരു കൊല്ലം ആവണം. പിന്നെ ഇത് മൂന്നാർ. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞു പൂജാറും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിലുള്ളത് 2 കൃഷ്ണന്മാരുണ്ട്. കുറേ കൃഷ്ണനുണ്ട് കേട്ടാ. പിന്നെ ഗണപതി, സരസ്വതി ദേവി. നേരെ അടുക്കളയ്ക്ക് ഒരു എൻട്രിയാണ്. റൈറ്റ് സൈഡിലൊരു ഷെൽഫ് ഉണ്ട്. പിന്നെ എന്താ ചെറിയൊരു സ്റ്റവ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ സിങ്ക് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല, കാരണം പുറത്ത് വേറൊരു ഇതുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ മിനി അടുക്കള. നമ്മുടെ അടുക്കളയുടെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. അതായത് ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഡോറ് വെക്കണം, അതൊന്നും വെച്ചിട്ടില്ല. അപ്പം നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോവാം. അവിടെ അറ്റത്ത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ അതാ നമ്മുടെ പാത്രം കഴുകുന്ന സ്ഥലം. ഞങ്ങളിവിടെ കൊട്ടത്തളം എന്നാണ് പറയുക. പിന്നെ ഈ സൈഡ് നമ്മുടെ വാഷ് ബേസ്. ഇനി നമുക്ക് ഷെൽഫൊക്കെ വെക്കാനുണ്ട്, ഡോർ വെച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരും നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഈ കാണുന്നത് 12 അടി ഗേറ്റാണ്. നമ്മുടെ ഇവിടെ മുന്നേ ഉണ്ടായിരുന്നത് 8 അടി ഗേറ്റാണ്. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ 12 അടി ആക്കിയത്. അത് നമ്മൾ കാറ് മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ മാറ്റിയതാണ് ഗേറ്റ്. കാരണം കാറ് തിരിക്കാനും ഇതാക്കാനും ഉള്ളിലേക്കൊക്കെ കയറ്റാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ മാറ്റിയതാണ്. ആദ്യം നമ്മൾ ഗേറ്റ് മാത്രമേ മാറ്റാനുള്ളൂ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ഗേറ്റും കാലും, അതായത് ഒരു സൈഡത്തെ ഗേറ്റും കാലം അങ്ങനെ വെക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 സൈഡത്തെയും ഗേറ്റും കാലം മാറ്റേണ്ടി വന്നു നമുക്ക്. പിന്നെ ഉള്ളത് നമ്മുടെ കാർ പോർച്ചാണ്. ഈ ഗാർഡൻ ആയിരുന്നു നമ്മുടെ മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ കാർ പോർച്ച് ആക്കിയിരിക്കുന്നത്. കാരണം ഫ്രണ്ടിൽ ഇടാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് അധികം സ്പേസ് ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സൈഡിലോട്ട് കാർ പോർച്ച് മാറ്റാനുള്ള ഐഡിയ ആക്കിയതാണ്. ഈ ഒരു കാർ പോർച്ച് ഉണ്ടാക്കുന്ന ഐഡിയ ഫുൾ സച്ചുവിൻ്റെ ആയിരുന്നു. അവൾ ആദ്യം പറഞ്ഞപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റില്ല, ആ ചെടിയൊന്നും കളയാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം അവിടെ കവുങ്ങും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. തെങ്ങൊക്കെ മുറിക്കാൻ ഭയങ്കര പാടാ പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോഴാണ് വേറൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ തെങ്ങിനൊക്കെ എടുത്തവിടുന്ന് പറിച്ച് മാറ്റി അവിടെയാണ് നമ്മുടെ ഇപ്പോൾ കാർ പോർച്ചാക്കി മാറ്റിയിരിക്കുന്നത്. ഏകദേശം ഒരു 1 മന്ത് എടുത്തു മൊത്തം നമ്മുടെ ഈ പണി കഴിയാൻ വേണ്ടിയിട്ട്. അവിടെ ആകെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ ആ തെങ്ങ് കളയാൻ ഇത്തിരി പാടുപെട്ടു. ഇറ്റാച്ചിയൊക്കെ വന്ന് തെങ്ങ് പറിക്കാൻ ഇത്തിരി പാടുപെട്ടിട്ടാണ് പറിച്ചു കൊണ്ടുപോയത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ആ സ്പേസിലൊക്കെ കാർ പോർച്ച് സെറ്റ് ആയതിനു ശേഷം അതേപോലത്തെ കട്ടയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.